ഇന്നത്തോടെ അവസാനിപ്പിക്കണം ഈ റീലെടുപ്പ്. ഇവന് വേറെ ഒരു പണിയില്ല. ഇതൊന്ന് ശരിയാക്കട്ടെ. നീ റെഡിയാണോ? നീ റെഡിയാണോ? റെഡി മോളെ, റെഡിയാണേ. റെഡി, ആക്ഷൻ. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചൊലിക്കാരിയാ. അത് കറക്റ്റ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ചേട്ടാ? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3 കെയാ കിട്ടിയ, ഈ പ്രാവശ്യം 5 കെയാ. ഞാൻ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ അമ്മ നല്ല ബോറായി. പ്രായത്തിൽ കഴിഞ്ഞ ഗോപ്രായൊക്കെ കാണിച്ച് നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അമ്മ ചുമ്മാ പറയുന്നില്ല. ചേട്ടാ നല്ലേ? പിന്നെ കാലക്കിട്ടു. പൈസ അടിക്കുക ചേട്ടാ. പിന്നെ കഴിഞ്ഞ അത് കഴിഞ്ഞിട്ടില്ല. ഇത് ന്യൂസ് കാണുന്ന സമയ. എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ കഴിക്കരുതെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എടി കുരു വരും, പിന്നെ നിന്റെ ഈ ഭംഗിയൊക്കെ അങ്ങ് പോവും. എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഞാനിതൊക്കെ കഴിക്കേണ്ട പ്രായ. ആരാ പറഞ്ഞേ? അച്ഛാ, ഇത് നോക്കിക്കേ, ഇങ്ങോട്ട് വന്നേ. കവർ ഇങ്ങോട്ട് തരൂല. അച്ഛാ, ഞാൻ കണ്ടുകൊടുന്ന കാർട്ടൂണി ആദ്യം മാറ്റി എന്നിട്ട് സ്നാക്സ് എടുത്ത്. എന്താ മോളെ അങ്ങോട്ട് കൊടുത്തേ? അച്ഛൻ നല്ല എണ്ണയിൽ വറുത്ത സാധനങ്ങളൊന്നും അല്ല. ഇവളുടെ വയറ് നാശാവില്ലേ? പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതിനെ ന്യൂസ് തന്നെ കാണണം, അല്ലേ? അത് വേണം. എല്ലാരും ചേച്ചിയുടെ വാത്താ. ആരത് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കൊണ്ടിരുന്നേ? അച്ഛനാണോ? ഞാൻ അങ്ങോട്ട് കളഞ്ഞേക്കാം. വേണ്ട, അച്ഛൻ എങ്ങോട്ടാ കളയണെന്ന് എനിക്കറിയാം. ഇത് ഞാൻ കളഞ്ഞോളാം. അല്ല, ഞാൻ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വീട്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ പറ്റത്തുള്ളൂ. എല്ലാരും ചേച്ചിയുടെ സപ്പോർട്ടാ. ഈ മഞ്ഞ ബുക്കല്ലേ മുന്നിരുന്ന്? അതെങ്ങനെ നീല വന്നു? എന്തടി? എന്റെ ഡയറി എടുത്ത് പിന്നെ വായിച്ചല്ലേ? ഞാനോ? ഒന്ന് പോടി. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഡയറി എടുത്ത് എന്റെ അനുവാദമില്ല വായിക്കില്ലെന്ന്. എടി, ഞാൻ വായിച്ചിട്ടില്ലെന്ന്. നോണാ, ദേ നോക്ക്. ഇത് ഓഗസ്റ്റ് 25 അതങ്ങനെ സെപ്റ്റംബർ 7 മാത്രമല്ല, ഇന്ന മോളിൽ ഇരുന്ന മഞ്ഞ ബുക്കായിരുന്നു, അതങ്ങനെ നീല ബുക്കായി. ചേച്ചി അല്ലാതെ വേറെ ആരും എന്റെ ബുക്ക് എടുക്കത്തില്ല. ശരി, സമ്മതിച്ചു. ഞാൻ തന്നെയാ നിന്റെ ഡയറി എടുത്ത് വായിച്ചത്. ഇതിന് മാത്രം എന്ത് രഹസ്യം നിന്റെ ഡയറിയിലുള്ള? രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, സ്കൂളിൽ പോയി, തിരിച്ചു വന്ന് കിടന്നുറങ്ങി. ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മാറില്ല. അച്ഛാ, മാറില്ല. എടി, എന്താടി മോളെ, അത് തെറ്റല്ലേ? അച്ഛൻ, ഞാൻ ഇവളുടെ ചേച്ചിയല്ലേ, അപ്പൊ എനിക്കെടുത്ത് വായിക്കാൻ പാടില്ലേ? അല്ല, ചേച്ചി ഒന്ന് വായിച്ചു എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് വലിയ തെറ്റില്ലല്ലോ. എന്റെ അച്ഛൻ അത് ഏതെങ്കിലും സൈഡ് ഉറച്ചിരിക്കും. നിങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ വഴക്കിടാൻ തുടങ്ങിയ ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകും കേട്ടോ. ഞാൻ മാത്രമൊന്നല്ല വഴക്കിടുന്നേ. ഇവിടെ രാവിലെ കാണിച്ച പണി എന്താന്ന് കേൾക്കണോ അച്ഛന്? എന്റെ ഷൂവിനകത്തൊരു പുഴുവിനെ കൊണ്ടിട്ടേക്കണു. ഞാൻ ചേച്ചി താരാ പറഞ്ഞേ? ഇവള് തന്നെയാ ചെയ്ത. ഇവളല്ലാതെ വേറെ ആരും അത് ചെയ്യില്ല. ഞാനല്ല, അത് തന്നെ തന്നെ കയറിയതായിരിക്കും. പുഴുവിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന് ഇഷ്ടമുള്ള ചെയ്യാലോ. എല്ലാ കുറ്റം എന്നെ പുറത്തോട്ട് കയറ്റി നോക്കുന്നേ. നീ ചെയ്താണ് നിന്റെ തലക്ക് തന്നെ ഇടും. ഇങ്ങനെയാണ് ഈ വീടിന്റെ പൊക്കിക്ക് അച്ഛൻ പോയ മുമ്പ് ഞാൻ ഇറങ്ങിപ്പോ. നോക്കിക്കോ, ഒരു ഫ്രീഡം ഇല്ലാത്ത വീട്. അങ്ങനെ കടുത്ത തീരുമാനം എടുക്കല്ലേ. എന്താടി നീ എന്തിനാ അവിടെ പുറകെ നടന്നിങ്ങനെ ചൊറിയുന്നേ? അച്ഛ, അവളൊന്നും പിടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. നീ ഇങ്ങനെ അവിടെ പുറകെ നടന്ന സമയം കളയാതെ ആ നടപ്പ് ഏതെങ്കിലും അടിപൊളി ചെക്കന്മാരുടെ പുറകെ നടക്കൂ. നല്ല ബെസ്റ്റ് അച്ഛൻ. ന്യൂസ് മാറ്റില്ല, എനിക്ക് കാണണം. വേണ്ട, അച്ഛൻ കുങ്ഫു പണ്ടെന്നെ കണ്ടോ? താങ്ക് യു. ഗ്രീഷ്മ എന്തേ അമ്മ? അമ്മ കുറേ നേരം വിളിക്കുന്നത്, അവരോടെ പോയി.
ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചാടാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. അതെന്താ? ആ പെങ്കൊച്ച് ഏത് നേരം ഫോണിലാന്നേ. ഒന്നും അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കും, അല്ലെ ഫോണെ കുത്തിക്കൊണ്ടിരിക്കും. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പോലും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ 10-11 മണി വരെ ആരാണ്ടോടൊക്കെ സംസാരിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. ആരാണോ എന്തോ ദൈവത്തിനറിയാം. എത്ര മണി വരെ? 11-11:30 വരെ. കരങ്ങരുത്. മുരിങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട്. വേണ്ട വേണ്ടെന്ന് തലക്ക്. മീൻ വറുത്തത്, മെഴുക്കുരട്ടി, ഉപ്പേരി എല്ലാം ഉണ്ടല്ലോ. എന്തു പറ്റിയേട്ടാ മുഖത്തിന്? അതല്ല, അമ്മ പറഞ്ഞു നീ രാത്രി 11 മണി വരെയൊക്കെ ഫോൺ ചെയ്തോണ്ടിരിക്കാന്ന് കേട്ടല്ലോ. അതിനെന്താ കുഴപ്പം? ചേട്ടൻ അതിനാണോ ഈ സൗണ്ട് മാറ്റിയൊക്കെ പറയണേ? മര്യാദക്ക് പറഞ്ഞാ പോരെ, എനിക്ക് മനസ്സിലാവില്ലേ? അമ്മ എന്തിനാ ചിരിക്കണത്? ഞാൻ വെറുതെ ചിരിച്ചതാണ്. അങ്ങനെ പോയി ചിരിക്കണ്ട. എന്റെ പൊന്നിയേട്ടാ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വരുമ്പോഴത്തേക്കും 10-11 മണിയാവും. പിന്നെ ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വരുമ്പോഴേക്കും ആ സമയമാവുന്നതാ. അല്ല, ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എടാ, അവൾ അവിടെ ഫ്രണ്ട്സിനോട് സംസാരിച്ച നിനക്കെന്താന്നേ കുഴപ്പം? അപ്പൊ ഞാൻ ചോദിച്ചായ പ്രശ്നം. ചേടാ, ഇതിപ്പോ പറയാൻ പോയത് അബദ്ധം. അമ്മ ഇവിടുത്തെ ഇങ്ങടുത്ത് കഴിച്ചിട്ട് പോയി. ഒരു കാര്യത്തിന് ഞാൻ ഒരാളുടെ ഇടപെടില്ല. ഹലോ, ഞാൻ കഴിച്ചു. നീ കഴിച്ചില്ലേടാ? ചാടിക്കേറി സപ്പോർട്ട് ചെയ്യണ കൊള്ളാം. നാളെ അവൾ ആരുടെയെങ്കിലും ഇപ്പം ചാടിക്കേറി പോയി ചീത്തപ്പേരായാണ്ടല്ലോ നിങ്ങൾക്ക് കേടാവും. ഓക്കെ? മോനെ, അമ്മ പറയുന്നോണ്ട് നിനക്ക് വിഷമം തോന്നരുത്. പിന്നെ കാര്യം നിന്നെ കണ്ട അത്ര പ്രായമൊന്നും തോന്നുകയില്ലെങ്കിൽ നിനക്ക് അത്യാവശ്യം പ്രായം ഉണ്ടെന്നുള്ള കാര്യം നിനക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. അവള് ഫോണിൽ കുത്തിയോ പാട്ട് പാടിയോ ഒക്കെ ആരെങ്കിലും കണ്ടുപിടിച്ചോളൂ, അക്കാര്യത്തിൽ എനിക്ക് പേടിയില്ല. പക്ഷെ നീ ഇപ്പൊ നിന്റെ തലയിലുള്ള ഈ 2-3 തലമുടിയും കൊഴിഞ്ഞ് ഈ കഷണ്ടി നിറകുന്നല വരെ ആകുന്നതിന് മുന്നേ ആരെയും കണ്ടുപിടിച്ച് കെട്ടിയാ നിനക്ക് കൊള്ളാം. നോക്കണ്ട്. ഓക്കെ? ഓക്കെ.